നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പൊൻകുന്നത്തെ ഉത്സവത്തിന് സമാപനം. ദൃശ്യം 2K25 തിരശീല വീണു. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന സാമൂഹ്യാന്തരീക്ഷം വളർന്നു വരുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി VN വാസവൻ. കാണികളെ ഇളക്കിമറിച്ച് പ്രസീത ചാലക്കുടിയുടെ മെഗാ ഷോ. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണം. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ക്ലാസും റോഡ് സുരക്ഷാ റാലിയും. വാഹനയാത്രക്കാർക്ക് ബോധവൽക്കരണം. മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ സംഘടിച്ച് നാട്ടുകാർ. പേരൂർ മണർകാട് റോഡിൽ മാലിന്യം തള്ളിയവരെ പിടികൂടി. ശുചിമുറി മാലിന്യം തള്ളിയവരെ കൊണ്ട് മണ്ണ് ഉപയോഗിച്ച് മൂടിപ്പിച്ചു. ഈളംകുളം മുത്താരമ്മൻ കോവിലിൽ അമ്മൻകുട മഹോത്സവത്തിന് സമാപനം. മാരിയമ്മന് പൊങ്കാലയിട്ട് ഭക്തർ. മഞ്ഞൾ നീരാട്ട് ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. പൊൻകുന്നത്ത് നടന്ന ദൃശ്യം 2K25 സാംസ്കാരികോത്സവം സമാപിച്ചു. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വയലാറിന്റെയും വള്ളത്തോളിന്റെയും കുമാരനാശാന്റെയും കവിതകൾ ചൊല്ലിയാണ് മന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി പൊൻകുന്നത്തെ ഉത്സവ ഛായയിൽ ആഴ്ത്തിയ ദൃശ്യം 2K25 സമാപനം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തും സംസ്കൃതിയും സാംസ്കാരിക വകുപ്പും സംയുക്തമായാണ് ദൃശ്യം സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ശ്രീനാരായണ ഗുരുവിന്റെ സൂക്തങ്ങൾ ചൊല്ലിയാണ് പ്രസംഗം തുടങ്ങിയത്. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന സാമൂഹ്യാന്തരീക്ഷം വളർന്നു വരുന്നതിനെതിരെ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞ മന്ത്രി പരിപാവനമായ ഭരണഘടനയെ ചിലർ തള്ളിപ്പറയുകയാണെന്നും പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ നാം നെഞ്ചേറ്റേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ തന്നെ എടുത്താൽ മതി. ആ ഭരണഘടനയിൽ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ, സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമായിരിക്കണമെന്ന് നമ്മുടെ പ്രിയാമ്പിൾ തന്നെ പറയുന്നു. ആ പരിപാവനമായ ഭരണഘടനയെ നെഞ്ചേറ്റിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ചിറക്കടവ് പഞ്ചായത്തിന് നാടിന് മാതൃകയായിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അത്തരത്തിലൊരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചതിൽ ഈ നാടിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ആ ഭരണഘടനയെ നിങ്ങൾ നെഞ്ചേറ്റുന്നു. പരിപാവനമായ ഒരു ഭരണഘടനയെ ചില കേന്ദ്രങ്ങൾ തള്ളിപ്പറയുന്നു. അതിൽ എന്താണ് മതനിരപേക്ഷത? മതനിരപേക്ഷത സ്വാമി വിവേകാനന്ദൻ മതനിരപേക്ഷതയ്ക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തിയുടെ മുമ്പിൽ ഒരാളുമായി സംസാരിക്കാൻ അവകാശമുള്ളതുപോലെ ഒരു അവിശ്വാസികളുടെ ധാരണകൾ പറയാനുള്ള അവകാശം അംഗീകരിക്കപ്പെടുന്ന രാജ്യത്ത് മതേതരത്വം പുനരുമിതാണ് സ്വാമി വിവേകാനന്ദൻ. വള്ളത്തോളിന്റെയും കുമാരനാശാന്റെയും വയലാറിന്റെയും കവിതകൾ ഇടയ്ക്കിടെ ചൊല്ലിയായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. ഇവിടെ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനും സംഘശക്തിയാ ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധയാഗം നടത്തുകയാണ് ഞാൻ. നിങ്ങൾ കണ്ടു ശിരസ്സുയർത്തിപ്പായി എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരു ഉത്സാഹമാണതിൻ കൺകളിൽ, എന്തൊരു ഉന്മേഷമാണതിൻ കാലുകളിൽ. കോടി കോടി മനുഷ്യരെ പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേടിയതാണ് അതിന്റെ സ്ഥിതിയിൽ എന്ന് പാടിപ്പോകുന്ന മനോഹരമായ വയലാറിന്റെ ആ ഗാനം, ആ കവിത എടുത്താൽ ഇവിടെ മന്ത്രമായൂരാപിഞ്ചികാചാരന തന്ത്രമല്ലതിൻ സംസ്കാര മണ്ഡലം എന്ന് പാടുന്ന മനോഹരമായ ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഈശ്വരനല്ല, മാന്ത്രികനല്ല, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തിയും അതേപോലെ ആത്മീയ ചൈതന്യം എന്ന് തുടിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VG ലാൽ, അഡ്വക്കേറ്റ് ഗിരീഷസ് നായർ, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ്, ആന്റണി മാർട്ടിൻ, NT ശോഭന, IS രാമചന്ദ്രൻ, MG വിനോദ്, അഡ്വക്കേറ്റ് ജയ ശ്രീധർ, MT പ്രീത, ഷാക്കി സജീവ്, അമ്പിളി ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ദൃശ്യം സാംസ്കാരികോത്സവം വലിയ വിജയമാക്കാൻ ഒപ്പം നിന്ന ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജിനെ മൊമെന്റോ നൽകി ആദരിച്ചു. പരിസ്ഥിതി രംഗത്തെ മാധ്യമ പ്രവർത്തകനുള്ള മഹാത്മാഗാന്ധി നാഷണൽ അവാർഡ് നേടിയ S ബിജുവിന് മന്ത്രി VN വാസവൻ ഉപഹാരം നൽകി. ദൃശ്യം 2K25 വേദി രൂപകൽപ്പന ചെയ്ത TS ബാബുരാജിനെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയേറ്റി പ്രസീത ചാലക്കുടിയും സംഘവും അവതരിപ്പിച്ച മെഗാ ഷോ. ദൃശ്യം 2K25 സമാപന ദിവസമായിരുന്നു ത്രസിപ്പിച്ച പ്രകടനം. കാഴ്ചക്കാരെ ആകെ ഇളക്കിമറിച്ച് പ്രസീത ചാലക്കുടി നയിച്ച മെഗാ ഷോ. ദൃശ്യം 2K25 സമാപന ദിവസമായിരുന്നു പ്രസീത നയിച്ച മെഗാ ഷോ. നാടൻപാട്ടിന്റെ താളത്തോടെ വേദിയിൽ നിറഞ്ഞാടിയ പ്രസീത ചാലക്കുടി നിമിഷ നേരം കൊണ്ട് കാണികളെ കയ്യിലെടുത്ത് പാട്ടിന്റെ ഒപ്പം കൂട്ടി.
നാടൻപാട്ടിന്റെ ദൃശ്യാവിഷ്കാരങ്ങളും നൃത്താവതരണങ്ങളും കൂടി ചേർന്നപ്പോൾ വേദിയും സദസ്സും ഒരുമിച്ച് ആടിപ്പാടി. പഴയ ജമ്മിക്കുടിയാൻ കാലഘട്ടം ഓർമ്മിപ്പിച്ച ദൃശ്യാവിഷ്കാരം പഴമയുടെ ചില ഇരുണ്ട കാലഘട്ടത്തെ വേദിയിൽ വരച്ചുകാട്ടി. കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച അക്രോബാറ്റിക് ഡാൻസിനൊപ്പം വേദിയിൽ അരങ്ങേറിയ ഫയർ ഡാൻസും കാണികളെ ത്രസിപ്പിച്ചു. കാണികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന പ്രസീത ചാലക്കുടിയും സംഘവും അവരിൽ ഒരാളായി മാറി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ക്ലാസും റോഡ് സുരക്ഷാ റാലിയും നടത്തി. തുടർന്ന് റോഡ് സുരക്ഷാ ചെക്കിങ്ങും നടത്തി. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് കോട്ടയം എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി SB കോളേജിൽ റോഡ് സുരക്ഷാ ക്ലാസും തുടർന്ന് റോഡ് സുരക്ഷാ റാലിയും നടത്തി. മോട്ടോർ വാഹന വകുപ്പും പോലീസും SB കോളേജിലെ വിദ്യാർത്ഥികളും ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ വാഹന ഡീലർമാരും ഡ്രൈവിംഗ് സ്കൂളുകളും ചേർന്നാണ് ചങ്ങനാശ്ശേരി ടൗണിൽ റോഡ് സുരക്ഷാ റാലി നടത്തിയത്. റാലിക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ അണിനിരത്തി റോഡ് സുരക്ഷാ ചെക്കിംഗ് നടത്തി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഹെൽമറ്റ് ഇല്ലാതെയും ഹെൽമറ്റിന്റെ ചിൻ സ്ട്രാപ്പ് ഇല്ലാതെയും വന്ന 2-വീലർ യാത്രക്കാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണവും സുരക്ഷിതമായ ഹെൽമറ്റ് സമ്മാനമായി നൽകുകയും ചെയ്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വന്ന വാഹനങ്ങൾക്ക് സമ്മാനങ്ങളും നൽകി. വിവിധ ഡീലർമാരുടെ ടെക്നീഷ്യന്മാർ വാഹനം പരിശോധിക്കുകയും ഫ്രീ ചെക്കപ്പ് നൽകുകയും ചെയ്തു. മേജർ കംപ്ലൈന്റ് ഉള്ളത് പരിഹരിക്കാൻ വേണ്ട വൗച്ചറുകളും വിതരണം ചെയ്തു. കോട്ടയം എൻഫോഴ്സ്മെന്റ് RTO C. ശ്യാമിന്റെ നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരി ജോയിന്റ് RTO D. ജയരാജ്, മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ജോസ് ആന്റണി, ആശാകുമാർ B, ഗൗതം MR, ശ്രീശൻ PS, മനോജ് കുമാർ, രഞ്ജിത്ത് S, ഷാനവാസ് P. അഹമ്മദ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PK സെബാസ്റ്റ്യൻ, രജീഷ് H, നിഖിൽ K. ബാലൻ, സജിത്ത് S, ഗണേഷ് S, ടിനേഷ് മോൻ, ഷൈൻ GS, ഡ്രൈവർ മനോജ് എന്നിവർ പങ്കെടുത്തു. വിവിധ ഡീലർമാരായ യമഹ, ഭാരത് മോട്ടോഴ്സ്, പുരക്കൽ ഹോണ്ട, EVM നിസാൻ, സെന്റ് മേരീസ് റോയൽ എൻഫീൽഡ്, കോട്ടയം TVS, ഒറിസോൺ മഹീന്ദ്ര, റോയൽ ബജാജ്, മാരുതി സുസുക്കി ഇൻഡസ്, ഹീറോ ഫിലിപ്പ് മോട്ടോഴ്സ്, സുസുക്കി ഫിലിപ്പ് മോട്ടോഴ്സ്, മീഡിയ സെല്ലിനായി, AJ വിഷ്വൽ മീഡിയ എന്നിവരും പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളിയവർക്ക് താക്കീതുമായി ഏറ്റുമാനൂർ പോലീസ്. പേരൂർ മണർകാട് റോഡിൽ കാരക്കണ്ടം ജംഗ്ഷനിൽ റോഡരികിൽ പാടശേഖരത്തിൽ ശുചിമുറി മാലിന്യം തള്ളിയവരെ കൊണ്ട് മണ്ണ് ഉപയോഗിച്ച് മൂടിപ്പിച്ചു. പേരൂർ മണർകാട് റോഡിൽ കാരക്കണ്ടം ജംഗ്ഷനിൽ ദിവസവും മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിച്ചാണ് ശുചിമുറി മാലിന്യവുമായി എത്തിയ വാഹനം പിടികൂടിയത്. മാലിന്യം തള്ളുന്ന ഭാഗത്ത് കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്ന നാട്ടുകാർ മാലിന്യവുമായി എത്തിയ വാഹനത്തിന് മുന്നിൽ ചാടുകയായിരുന്നു. ഇതിനുശേഷം ഡ്രൈവർ വാഹനവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ നാട്ടുകാരുടെ കൈവശമുണ്ടായിരുന്ന കരിയോയിൽ ചില്ലിലൊഴിച്ചു. നാട്ടുകാർ വിളിച്ചറിയിച്ചതനുസരിച്ച് ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി ടാങ്കർ ലോറിയുടെ പുറകെ എത്തിയാണ് ഇവരെ പിടികൂടിയത്. ചേർത്തല സ്വദേശികളായ 3 പേരെ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിറ്റേ ദിവസം വാഹന ഉടമയെയും മാലിന്യം തള്ളുവാനായി എത്തിയ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെയും കൊണ്ട് പാടശേഖരത്തിൽ ഒഴുക്കിയ മാലിന്യം മണ്ണടിച്ച് മൂടിച്ചു. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ SHO AS അൻസലിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ മാഫിയയ്ക്ക് താക്കീത് നൽകിയത്. സംഭവത്തിൽ ഏറ്റുമാനൂർ നഗരസഭ വാർഡ് കൗൺസിലർമാരായ ഡോക്ടർ S ബീനയും MK സോമനും സ്ഥലത്തെത്തിയിരുന്നു. ഇവരുടെ പരാതിയിൽ മാലിന്യം തള്ളിയവർക്കെതിരെ കേസെടുത്തു. നമുക്ക് മാസങ്ങളായിട്ട് ഇവിടെ ചെറുവാണ്ടൂര് ആക്കിക്കണ്ടം വളവിൽ ദിവസം 2-3 ലോഡ് വെച്ച് ഇങ്ങനെ വർഷങ്ങളായിട്ട് കക്കൂസ് മാലിന്യം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബീന ടീച്ചർ 26-ാം വാർഡിലെ കൗൺസിലറും അതുപോലെ ഞങ്ങളെല്ലാം കൂടെ കൂടി 25-ാം വാർഡിലെ കൗൺസിലർ ഞാനും ഉൾപ്പെടെ സ്റ്റേഷനിൽ ചെന്ന് CIയോട് പരാതി കൊടുക്കുകയും CI കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ മാലിന്യം കൊണ്ടിടുന്ന സമയത്ത് മനോജ് എന്ന് പറയുന്ന ഒരു ആൾ, ഇവിടെ അടുത്തുള്ള ആൾ, ആ വണ്ടി തടയുകയും പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്ന് ഉടൻ തന്നെ വണ്ടിയെല്ലാം തടഞ്ഞിടുകയും പിറ്റേ ദിവസവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും വണ്ടികളെല്ലാം പിടിച്ചിട്ട് CIയുടെ നേതൃത്വത്തിൽ വണ്ടി പിടിച്ച് അവരെ കൊണ്ട് മാലിന്യം ഇട്ട കുഴിയിലേക്ക് മണ്ണ് കൊണ്ടിട്ട് ആ പണിക്കാരെ കൊണ്ട് തന്നെ മൂടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവം സമാപിച്ചു. രാവിലെ പൊങ്കാലയും തുടർന്ന് മഞ്ഞൾ നീരാട്ടും നടന്നു. ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവം സമാപിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകർന്നു. പുരാതന കാലം മുതൽ ദേവതാപ്രീതിക്കായി ആണ്ടിൽ 2 തവണ പൊങ്കാല വഴിപാട് നടത്തിപ്പോന്നിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മുത്താരമ്മൻ കോവിൽ. തിരുവുത്സവത്തിനും നടതുറപ്പ് ദിനമായ 7ാം ഗുരുതിക്കുമാണ് ഇവിടെ പൊങ്കാലയിടുന്നത്. നിരവധി സ്ത്രീകൾ മാരിയമ്മന് മുമ്പിൽ പൊങ്കാലയിട്ടു. തുടർന്നായിരുന്നു മഞ്ഞൾ നീരാട്ട്. 41 ദിവസങ്ങൾ നീണ്ട കഠിനമായ വ്രതത്തിന് ശേഷം 5 പിണിയാളുകൾ മാരിയമ്മനെ സ്തുതിച്ച് മഞ്ഞൾ നീരാടി. ചെമ്പിനുള്ളിൽ തിളച്ചുമറഞ്ഞു കിടക്കുന്ന മഞ്ഞൾ വെള്ളം തെങ്ങിൽ പൂക്കുലയിൽ മുക്കി ശരീരത്ത് തിളയ്ക്കുന്ന ചടങ്ങാണിത്. ഗുരുതിക്ക് ശേഷം ക്ഷേത്രനട അടച്ചു. ഇനി ഫെബ്രുവരി 7-ന് നട തുറക്കും. ഉത്സവത്തോടനുബന്ധിച്ച് തമ്പലക്കാട് ഉമാമഹേശ്വര തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര കളിയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓസ്ട്രേലിയൻ മന്ത്രി ജിൻസൺ ആൻഡോ ചാൾസിന് പാലാ മാർസ്ലീവ മെഡിസിറ്റിയിൽ സ്വീകരണം നൽകി. ജിൻസൺ ആൻഡോ ചാൾസിന്റെ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനമാണെന്ന് പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി ഗവൺമെന്റിൽ മന്ത്രിയായ ജിൻസൺ ആൻഡോ ചാൾസിനെ മാർസ്ലീവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. വളരെ ശ്രദ്ധേയമായ ഒരു രാജ്യത്ത് ജിൻസൺ ആൻഡോ ചാൾസിന്റെ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനം പകരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകൾ ആ രാജ്യത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഉള്ളതാണെന്നതിൽ അഭിമാനം പകരുന്നതായി ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. സിഡ്നി, മെൽബൺ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അതിപ്രശസ്തമായ സ്ഥലങ്ങളാണ്. ആർക്കും അതിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ തനിമയുള്ള സംസ്കാരവും അവിടുത്തെ ഭക്ഷണക്രമവും അവിടുത്തെ ഭാഷ ഇംഗ്ലീഷാണ്, നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. അത് ഓസ്ട്രേലിയൻ ഉച്ചാരണ പ്രത്യേകത കൊണ്ടും നമുക്ക് പ്രത്യേക ഉച്ചാരണമൊന്നും ഇല്ലാത്തതുകൊണ്ടും അത് കണ്ടെത്താനൊക്കെ വിഷമമാണ്. പിന്നെ നമ്മൾ അധ്വാനിച്ചുമൊക്കെ അതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നതേ ഉള്ളൂ. ജിൻസൺ ആൻഡോ ചാൾസിനെ പൊന്നാടി അണിയിച്ചും മെമന്റോ നൽകിയും ബിഷപ്പ് ആദരിച്ചു. കഠിനാധ്വാനത്തിലൂടെ പരിശ്രമിച്ചാൽ നമുക്കുള്ള സ്ഥാനം എവിടെയും കാണുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജിൻസൺ ആൻഡോ ചാൾസ് പറഞ്ഞു. വിൻസെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ഇംഗ്ലീഷ് പറയുക എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു ബുക്കിൽ പേര് എഴുതി തരുന്നു,
ഒരു വർഷം ബോർഡിങ്ങിലുണ്ടായിരുന്ന ബുക്കിങ്ങിന് ഇപ്പം സണ്ണിയാണ് മലയാളം പറഞ്ഞാൽ കേൾക്കുന്നെങ്കിൽ സണ്ണിയുടെ പേര് എഴുതിയിട്ട് സണ്ണിക്ക് കൊടുക്കും. സണ്ണി അടുത്തയാളൊക്കെ ആയിട്ടുണ്ട്, അടുത്തയാൾക്ക് കൊടുക്കും. അപ്പോൾ ലാസ്റ്റത്തെ പീരീഡ് ആകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ സമ്മാനങ്ങൾ കിട്ടുന്നൊരു രീതി ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചൂരലൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. ആ ചൂരലൊന്നും പാഴായില്ലെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒത്തിരി സാഹചര്യങ്ങളുണ്ടായിരുന്നപ്പോഴും അതിൽ നിന്നെല്ലാം കൃത്യമായ ഒരു രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മുൻസിഞ്ഞർ ജോസഫ് കണിയടിക്കൽ, നഴ്സിംഗ് വിഭാഗം ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കിണിയാമ്പടിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. ദാവീദ് സിനിമയുടെ പ്രമോഷൻ കങ്ങഴ PGM കോളേജിൽ നടന്നു. കേന്ദ്ര കഥാപാത്രം ആന്റണി വർഗീസ് പെപ്പെ പ്രമോഷനെത്തിയത് വിദ്യാർത്ഥികൾക്ക് ആവേശമായി. ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ദാവീദ് സിനിമയുടെ പ്രമോഷന് കങ്ങഴ PGM കോളേജ് വേദിയായി. കോളേജ് ചെയർമാൻ എബി അലക്സ് എബ്രഹാം നിർമ്മിച്ചതാണ് ദാവീദ്. ആന്റണി വർഗീസ് പെപ്പയ്ക്കൊപ്പം ലിജോ മോൾ, ജസ് കുക്കു, കരുണ കുക്കി, കാതറിൻ മരിയ ജെയിംസ്, അമൽ ജോൺ തുടങ്ങിയവരും പ്രമോഷനെത്തി. കുട്ടികളുമായി സിനിമയെപ്പറ്റി ആന്റണി വർഗീസ് പെപ്പെ സംവദിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്: തിരുവനന്തപുരം വെള്ളായണി അയ്യൻകാളി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കോട്ടയം ജില്ലയിലേക്കുള്ള ട്രയൽസ് ഫെബ്രുവരി 6-ന് പാലാ മുനിസിപ്പൽ മൈതാനത്ത് നടക്കും. രാവിലെ 8 മുതൽ ട്രയൽസ് ആരംഭിക്കും. 5, 11 ക്ലാസുകളിലേക്കുള്ള മുഴുവൻ സീറ്റുകളിലെയും 6, 7, 8, 9 ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കുമാണ് പട്ടിക വിഭാഗത്തിൽപ്പെട്ട കായിക താരങ്ങൾക്ക് പ്രവേശനം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7356075313. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന കിണർ റീചാർജിങ്ങിന്റെ ഗ്രാമസഭ അംഗീകരിച്ച് പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച ഗുണഭോക്തൃ പട്ടികയിൽ പേരുള്ളവരിൽ പണി പൂർത്തീകരിച്ചവർ കരമടച്ച രസീതിന്റെ കോപ്പി, ആധാർ കാർഡ് കോപ്പി, റേഷൻ കാർഡ് കോപ്പി, ബാങ്ക് പാസ്ബുക്കിന്റെ മുൻ പേജിന്റെ കോപ്പി, പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എടുത്തു ചെയ്ത പ്രവൃത്തിയുടെ വാലുവേഷൻ സർട്ടിഫിക്കറ്റ് ഇവ സഹിതം അപേക്ഷ കൃഷിഭവനിൽ നൽകണം. പണി പൂർത്തീകരിക്കാത്തവർ ഫെബ്രുവരി 15-നകം പൂർത്തീകരിച്ച് അപേക്ഷ നൽകണം. അപേക്ഷാ ഫോറം കൃഷിഭവനിൽ ലഭ്യമാണ്. ജില്ലയിൽ 3ാം ഘട്ട ഡിജിറ്റൽ സർവേ നടക്കുന്ന കോട്ടയം താലൂക്കിലെ കൈപ്പുഴ, ചങ്ങനാശ്ശേരി താലൂക്കിലെ മാടപ്പള്ളി വില്ലേജുകളിൽ ജീവനക്കാരുടെ യാത്രാ സൗകര്യത്തിനും സർവേ ഉപകരണങ്ങൾ എത്തിക്കുന്നതിനും 1 വർഷത്തേക്ക് ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങൾ മാസവാടകയ്ക്ക് ലഭ്യമാക്കുന്നതിനായി വ്യക്തികൾ, വാഹന ഉടമകൾ, സ്ഥാപനങ്ങളിൽ നിന്നും കൊട്ടേഷനുകൾ ക്ഷണിച്ചു. ഫെബ്രുവരി 5 വൈകിട്ട് 5 മണി വരെ കൊട്ടേഷനുകൾ കോട്ടയം റിസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിൽ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 9747946564. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊൻകുന്നത്തെ ഉത്സവത്തിന് സമാപനം. ദൃശ്യം 2K25-ന് തിരശീല വീണു. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന സാമൂഹ്യാന്തരീക്ഷം വളർന്നു വരുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി VN വാസവൻ. കാണികളെ ഇളക്കിമറിച്ച് പ്രസീത ചാലക്കുടിയുടെ മെഗാ ഷോ. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണം. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ക്ലാസും റോഡ് സുരക്ഷാ റാലിയും. വാഹനയാത്രക്കാർക്ക് ബോധവൽക്കരണം. മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ സംഘടിച്ച് നാട്ടുകാർ. പേരൂർ മണർകാട് റോഡിൽ മാലിന്യം തള്ളിയവരെ പിടികൂടി. ശുചിമുറി മാലിന്യം തള്ളിയവരെ കൊണ്ട് മണ്ണുപയോഗിച്ച് മൂടിപ്പിച്ചു. ഈളംകുളം മുത്താരമ്മൻ കോവിലിൽ അമ്മൻകുട മഹോത്സവത്തിന് സമാപനം. മാരിയമ്മന് പൊങ്കാലയിട്ട് ഭക്തർ. മഞ്ഞൾ നീരാട്ട് ഭക്തിസാന്ദ്രം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.